എന്തുകൊണ്ട് SDPI പാലക്കാട് ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരു നിലപാടെടുത്തു, ആ നിലപാട് വിജയിച്ചതുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. അടുത്ത വർഷം കൂടി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 15-16 മാസങ്ങളുടെ ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. SDPIയും വെൽഫെയർ പാർട്ടിയും ഒക്കെ UDFന്റെ സ്വാഭാവിക സഖ്യകക്ഷിയായി മാറിക്കഴിഞ്ഞോ? അല്ല, കലശം പോയിട്ടുണ്ടോ? അഭിലാഷേ, ഇവിടെ 6ാം റൗണ്ട് 7ാം റൗണ്ട് എത്തിയപ്പോൾ SDPI പ്രകടനം നടത്തി എന്നതാണ് വിഷയം, അല്ലേ? ഇതുപോലെ ഒരു പ്രകടനം ഇതിന് മുമ്പ് നടത്തിയിരുന്നു. പൂഞ്ഞാറിൽ മിസ്റ്റർ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിലാണ് SDPIയുടെ പിന്തുണ ഉണ്ടായിരുന്നത്. ആദ്യം പ്രകടനം നടത്തിയ LDF അല്ല, ആദ്യം പ്രകടനം നടത്തിയ SDPI ആണ് അവിടെ. അതേക്കുറിച്ച് CPIയുടെ പ്രതിനിധിക്ക് എന്താണാവോ പറയാനുണ്ടാവുക? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പാലക്കാട് എന്ന സ്ഥലത്ത് SDPIക്ക് എത്ര വോട്ടുണ്ടാവും? എന്താണ് നിങ്ങളെ കണക്ക്? CPM പ്രതിനിധിയായ നമ്മളെ റെജി ലോക്കോസിൻ്റെ കയ്യിൽ വല്ല കണക്കുണ്ടോ? ഏറിക്കഴിഞ്ഞാൽ 1000-1500 അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ SDPIക്ക് പരമാവധി അവർക്കുണ്ട് എന്ന് കരുതപ്പെടുന്ന വോട്ടുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വല്ലാത്ത ഗൗരവമുണ്ട്. ആ ഗൗരവം BJPയുടെ ഉരുക്കു കോട്ട മുഴുവൻ തകർന്ന് കോൺഗ്രസ്സിലേക്ക് ഹൈന്ദവ വോട്ടുകൾ ഒഴുകി എന്നതാണ്. ആ BJPയെ ശിക്ഷിച്ച ഹിന്ദുക്കളെ SDPI ആക്കി അതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശമാണത്, അതൊന്ന് ചിന്തിക്കും നിങ്ങൾ. അതായത് നമ്മളൊക്കെ പാലക്കാട്ടിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അവിടെ ഈ വടക്കാന്തറ, മുക്കാന്തറ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അവിടുത്തെ, അതായത് നമ്മളെ ചുണ്ണാമ്പുതുറ മുതൽ വലിയങ്ങാടി വരെ, അതേപോലെ കൽപ്പാത്തിയിലെ അഗ്രഹാര ബെൽറ്റ് 1 തൊട്ട് 15 വരെയുള്ള ബൂത്തുകൾ ചോട്ടാ നാഗ്പൂർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അവിടെ ഒന്നും ബൂത്തിൽ ഇരിക്കാൻ UDFന് പോലും പ്രതിനിധികളില്ല. അവിടെ 99% BJPൻ്റെ ശക്തി കേന്ദ്രമാണ്, അവരുടെ വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അവിടേക്ക് കേരള പോലീസിന് പോലും കയറി അടക്കാൻ കഴിയില്ല. ആ സ്ഥലങ്ങളിൽ ആ 1 തൊട്ട് 15 വരെയുള്ള ബൂത്തുകളിൽ നിന്ന് 4000-ലധികം വോട്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചെടുത്തത്. അപ്പോൾ ഇത്രയും വലിയ BJPക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു ഇമ്മൻസ് വിഭാഗം ആ ജനത BJPക്കെതിരെ ഒരു മതേതര സംവിധാനമായ കോൺഗ്രസ്സിലേക്ക് മാറി എന്നത് ഒരു ആശാവഹമായി കാണേണ്ടവരാണ് സത്യത്തിൽ മതനിരപേക്ഷ ആളുകൾ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളെ വിജയം SDPI കൊണ്ടല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത 10,000-കണക്കിന് വരുന്ന ഹിന്ദുക്കൾ ഇവിടെ ആരാ? അവർക്കൊന്ന് മാറി മതേതര ചേരിയിലേക്ക് വരാൻ പോലും പാടില്ലെന്നാണോ ഈ CPIമാർ പറയുന്നത്? മാത്രമല്ല, SDPIയെക്കുറിച്ച് ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, എന്താണ് ഇതിൻ്റെ ട്രാക്ക്? എത്ര സ്ഥലങ്ങളിൽ ഇപ്പോഴും SDPIയുമായി ഭരണം പങ്കിടുന്നുണ്ട്? പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ CPIക്ക് പോലും കൊടുക്കാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് SDPIക്ക് കൊടുക്കുന്നത് അവിടെ നിലനിൽക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു പഞ്ചായത്തിലെ കഥ നമുക്കറിയാം. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്തെ കഥ നമുക്കറിയാം. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പറപ്പൂരിലെ കഥ നമുക്കറിയാം. ഇനി എത്ര എണ്ണം പറയാനുണ്ട്? ഈ SDPIയും CPIയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈരാറ്റുപേട്ടയിലെ UDFൻ്റെ ലീഗിൻ്റെ ഭരണ സംവിധാനത്തിനെ തകർക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്നില്ലേ? കോട്ടയത്ത് അങ്ങനെ നിന്നില്ലേ? എത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്? ഞാൻ മറ്റൊരു കാര്യം ഇവിടെ ചോദിക്കട്ടെ. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ലഘുലേഖ തയ്യാറാക്കി അതിനോടൊപ്പം സ്ലിപ്പ് അടക്കം എല്ലാ വീടുകളിലും കൊണ്ടുകൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സെരിനും കൊടുത്തിട്ടുണ്ട്, BJPൻ്റെ സ്ഥാനാർത്ഥിയും കൊടുത്തിട്ടുണ്ട്, UDFൻ്റെ സ്ഥാനാർത്ഥിയും കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ അഭ്യർത്ഥന കത്തിലുള്ളത്? ആ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരും എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. SDPI ഒഴികെ, ജമായത്ത് ഒഴികെയുള്ളവർ വോട്ട് ചെയ്യണമെന്നാണോ സെരിൻ്റെ അഭ്യർത്ഥന കത്തിലുള്ളത്, BJPൻ്റെ അഭ്യർത്ഥന കത്തിലുള്ളത്? അങ്ങനെയാണ്, അങ്ങനെ ഒരു ക്ലോസ് അവിടെ വെക്ക്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മുഴുവൻ വോട്ടർമാരാണ് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ഇത്തരത്തിലുള്ള SDPI പോലുള്ള പാർട്ടികൾ ആ പാർട്ടിയുടെ പിന്തുണ തേടി UDF എവിടേക്കെങ്കിലും ചെന്നിട്ടുണ്ടോ? UDFിന്റെ അടുത്തേക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? പാലക്കാട് കഴിഞ്ഞ കാര്യമാണ്.
ഞാൻ പറയുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഒരു നറേറ്റീവിലായിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടെ SDPI വിശദീകരിക്കുന്നു, ഞങ്ങളൊരു നിലപാടെടുത്തു, ഞങ്ങൾ ആ നിലപാടിന്റെ വിജയമാണ് ആഘോഷിച്ചത്. അപ്പോൾ ആ നിലപാട് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് തുടരുന്ന നിലപാടായിരിക്കുമല്ലോ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ UDF ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും UDFന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായി നിൽക്കില്ലേ എന്നുള്ളതാണ്. അതിനർത്ഥം ഇവർ മാത്രമേ UDFന് വോട്ട് ചെയ്യൂ എന്നുള്ളതല്ല. താങ്കൾ പറഞ്ഞതുപോലെ ന്യൂമറിക്കലി അവരുടെ നമ്പർ കുറവായിരിക്കും, UDFന് വോട്ട് ചെയ്യുന്ന എല്ലാ സമൂഹത്തിലും പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും, അതൊക്കെ അവിടെ ഉണ്ടാവും. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള സംഘടനകളൊക്കെ നിങ്ങളുടെ പക്ഷത്തേക്ക് പൂർണ്ണമായും വന്നു കഴിഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല അഭിലാഷ്. കാരണം 140 അസംബ്ലി സീറ്റുകളിൽ 140 ഇടത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയോ SDPIയോ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും UDFനോ LDFനോ ഓരോ നിയോജകമണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യം, പ്രധാന എതിരാളികൾ, വ്യക്തികൾ ഇത് നോക്കിക്കൊണ്ട് സമ്മിശ്രമായി അവർ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മുരളീധരനെ വോട്ട് ചെയ്തില്ല, പകരം ശിവൻകുട്ടിക്കാണ് വോട്ട് ചെയ്തത്. അതേമാതിരി പാലക്കാട്ട് ഒരുപക്ഷെ അവരുടെ കുറച്ച് വോട്ടുകൾ BJPയുമായി ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിട്ടുണ്ടാവും. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറ്റമാണോ? എങ്ങനെ നമ്മളതിനെ കാണുക? ഇത്തരം അടിസ്ഥാനപരമായി ഇത്തരം സംഘടനകൾ ഉണ്ടായത് എങ്ങനെയാണ്? SDPI ജനിക്കാൻ കാരണം എന്താ? വളരെ കൃത്യമാണ്. ഈ മൈനോറിറ്റി പൊളിറ്റിക്സ്, മുസ്ലിം പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത് മുസ്ലിം ലീഗ് പോരാ എന്നിടത്തു നിന്നാണ്. വെൽഫെയർ പാർട്ടിയുടെ ജനനവും അങ്ങനെ തന്നെയാണ്, INLലും അങ്ങനെ തന്നെയാണ്, PDPയും അങ്ങനെ തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്, ഇതൊന്ന് പൂർത്തിയാക്കട്ടെ, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും BJPക്ക് ഇൻ്റർഫീരിയൻസ് ഉണ്ടാക്കുന്ന ഒരു വിമത സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ അല്ല ഹിന്ദു വർഗ പാർട്ടികൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ശല്യം BJPക്ക് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ ഈ ചെറുകിട കക്ഷികൾ വന്ന് 15, 25, 35 വോട്ട് വാങ്ങുമ്പോൾ അപ്പുറത്തുള്ള ഞങ്ങളെ മുഖ്യ എതിരാളികൾ വിജയിക്കുകയും ഞങ്ങൾ പരാജയപ്പെടുകയും, ഇത്രയധികം ഇൻ്റർഫീരിയൻസ്, ശല്യങ്ങൾ നേരിടുന്നത് ഞങ്ങളെ പാർട്ടിയാണ്. ഇവരൊക്കെ അടിസ്ഥാനപരമായി ബേസ് ലീഗിനെതിരെ ഉണ്ടായ സംവിധാനങ്ങളാണ്. ആ സംവിധാനത്തിന് ഞങ്ങളെ തലയിൽ എന്തിനാണ് ഞങ്ങൾ കൊണ്ടുവെക്കുന്നത്? ഇടതുപക്ഷം അത് എത്രമാത്രം ആസ്വദിക്കുന്നുണ്ട്, ഇടതുപക്ഷം അത് എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട് എന്ന് കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ശരി, ഓക്കെ, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ശരി.